My beautiful souls, welcome back to my channel. Hope you guys are doing awesome today. നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ ഉടൻ സംഭവിക്കാൻ പോകുന്ന മേജർ ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. മാറ്റങ്ങൾ, ബ്ലെസ്സിങ്സ് ഓർ ഉടൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന കാര്യത്തെപ്പറ്റി നിങ്ങൾക്കുള്ള മെസ്സേജ് ആൻഡ് നിങ്ങളുടെ ഹയർ സെൽഫിൽ നിന്ന് നിങ്ങൾക്കുള്ള മെസ്സേജ് എന്താ എന്നൊക്കെയാണ് നമ്മളിന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പോകുന്നത്. സോ നിങ്ങൾക്കിവിടെ 3 ഗ്രൂപ്പ്സ് കാണാൻ സാധിക്കും. സോ ഒന്ന് നിങ്ങൾ കാമായി റിലാക്സായി ഏത് കളറിനോടാണോ, ഗ്രൂപ്പിനോടാണോ, നമ്പറിനോടാണോ നിങ്ങൾക്ക് ഏറ്റവും അട്രാക്ഷൻ തോന്നുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്യാം. യു വിൽ ഗെറ്റ് ദ റൈറ്റ് മെസ്സേജ്. സോ ലെറ്റ് സി എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന മേജർ ചേഞ്ചസ് ആൻഡ് മെസ്സേജ് ഫ്രം യുവർ ഹയർ സെൽഫ്. സോ സെലക്ട് യുവർ ഗ്രൂപ്പ്, ദെൻ വി ക്യാൻ സ്റ്റാർട്ട്. Alright, let's start with group number 1. Hey, group number 1, എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ വെരി സൂൺ സംഭവിക്കാൻ പോകുന്ന മേജർ ചേഞ്ചസ്? നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലായിരിക്കാം, സ്പിരിച്വലി, ഫൈനാൻഷ്യലി, റിലേഷൻഷിപ്പിലായിരിക്കാം. സോ എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ ഇതുപോലെ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കും? ആൻഡ് ഫൈനലി നിങ്ങൾ ആർഗ്യൂ ചെയ്യുന്ന ഒരു കാര്യം, നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, ഓർ നമ്മൾ പറയില്ലേ ചില പ്ലേസിൽ നമ്മൾ എത്ര കൺവിൻസ് ചെയ്യാനും നിൽക്കരുത്, എത്ര എക്സ്പെക്റ്റ് ചെയ്യാനും നിൽക്കരുത്. നമ്മൾ മനസ്സിലാക്കാത്ത, നമ്മുടെ ഒരു വർത്ത് മനസ്സിലാക്കാത്ത, അല്ലെങ്കിൽ നമ്മൾ സെല് ചെയ്യാൻ പറ്റാത്തൊരു പ്ലേസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് നമ്മളെ സെല് ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ, സോ ഫൈനലി നിങ്ങൾ ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവുകയാണ്. ഓക്കെ, സോ എന്തുകൊണ്ടാണ് നിങ്ങൾ ചില കാര്യങ്ങൾ കൊണ്ട് ഹേർട്ട് ആവുന്നത് എന്നുള്ള വലിയൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അത് നിങ്ങൾ പല പാഠങ്ങൾ കൊണ്ടാണ് പഠിക്കുന്നത്. ഓക്കെ, എസ്പെഷ്യലി ലൈക്ക് നിങ്ങൾ അത്രയും ട്രൈ ചെയ്തിട്ടുള്ള ആളുകളായിരിക്കാം, നിങ്ങൾ അത്രയും ടൈം എഫേർട്ട് കൊടുത്തിട്ടുള്ള ആളുകളായിരിക്കാം. ഓക്കെ, ഇത് ആളുകളായിട്ടുള്ള സിറ്റുവേഷൻ ആണ്, ബിക്കോസ് അവിടെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്കറിയാം നിങ്ങൾ എന്തിലാണ് അല്ലെങ്കിൽ ആരിലാണ് നിങ്ങൾ അത്ര ഒരു എഫേർട്ട് കൊടുക്കുന്നത്, എന്താണോ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തിനെ പറ്റിയിട്ടാണോ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. സംസാരം സംഭവിക്കുന്നത് എക്സ്റ്റേണലിയും ഇന്റേണലിയും കൂടിയാണ്. ഓക്കെ, റിയാക്ഷൻ സംഭവിക്കുന്നത് പുറമേയും അകത്തും ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, എന്താണത്? നിങ്ങളുടെ ഉള്ളിൽ തന്നെ ചില കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്, റൈറ്റ്? സോ നിങ്ങൾക്ക് തന്നെ അറിയാം അത് നിങ്ങൾ എത്രമാത്രം ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ എത്രമാത്രം ഡ്രെയിൻ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കത് എത്രമാത്രം ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത്, അല്ലെ? സോ ഫൈനലി നിങ്ങൾ ആ ഒരു പ്ലേസ്, ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു അനുഭവത്തിൽ നിന്ന് നിങ്ങൾ ചില കാര്യങ്ങൾ ക്ലോസ് ചെയ്യാണ്. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഒരു ഗ്രേറ്റ് ലെസൺ ആണ്. ഓക്കെ, ആൻഡ് നിങ്ങൾ അത്രയും ട്രൈ ചെയ്തത് കൊണ്ട്, ചില കാര്യത്തിൽ നിങ്ങൾ അത്രയും ശ്രമം നടത്തിയത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെ റിഗ്രറ്റ് എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടാവില്ല. വിഷമം ഉണ്ടാവും ഡെഫിനറ്റ്ലി, ബട്ട് ആ ഒരു പ്ലേസിൽ നിന്ന് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് പിന്നീട് അതിലൊരു റിഗ്രറ്റ് ഉണ്ടാവില്ല. ബിക്കോസ് നിങ്ങൾ അതിൻ്റെ മാക്സിമം ചില കാര്യത്തിൽ ട്രൈ ചെയ്തിട്ടുണ്ട്, റൈറ്റ്? മാക്സിമം ഹേർട്ട് ചെയ്തിട്ടുണ്ട്. സോ ആർക്കാണ് ഒരു വിൻ എന്ന് പറയുന്നത്? നിങ്ങൾക്ക് തന്നെയാണ്, നിങ്ങളുടെ തന്നെയാണ് ആ ഒരു വിജയം എന്ന് പറയുന്നത്. ഓക്കെ, സോ നിങ്ങൾക്കല്ല നഷ്ടം എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് അത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾക്കല്ല നഷ്ടം, നിങ്ങൾ ചില പ്ലേസിൽ നിന്ന് നിങ്ങൾ ഇറങ്ങി വരികയാണ്. ഓക്കെ, സോ ചില പ്ലേസിൽ നിന്ന് നിങ്ങൾ ഒരു ഹാപ്പി എൻഡിങ് അല്ലെങ്കിൽ ഓർ ഒരു സന്തോഷമായിട്ട് നിങ്ങൾ ചില പ്ലേസിൽ നിന്ന് വരികയാണ്. ഓക്കെ, ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാണ്, ഇമോഷൻ ചേഞ്ച് ചെയ്യാണ്, നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങളുടെ തോട്ട്സിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ സിറ്റുവേഷൻ വളരെ നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് അഗെയിൻ നിങ്ങൾ ആഗ്രഹിച്ച പ്ലേസിലേക്ക് നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ റീലൊക്കേഷന് വേണ്ടിയിട്ടോ ചില പ്ലേസിലേക്ക് നിങ്ങൾ മൈഗ്രേറ്റ് ചെയ്യാനൊക്കെ ആഗ്രഹിച്ചിട്ടുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അത് ചില ആളുകൾ നിങ്ങൾ സ്റ്റുഡൻസ് ആയിരിക്കാം, നിങ്ങൾ പുതിയ ഹോസ്റ്റലിലേക്ക് പോകുന്നതായിരിക്കാം, അവർ നിങ്ങളുടെ ജോബ് റിലേറ്റഡോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന വേറെ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ കാരണം നിങ്ങൾ ലൊക്കേഷനിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്, വേറെ പ്ലേസിലേക്ക് നിങ്ങൾ പോകുന്നതായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങൾക്കൊരു വളരെ പ്ലസന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വളരെ സന്തോഷം തോന്നുന്ന മൊമെന്റ്സ് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ബിക്കോസ് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ക്ലോസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ഒരു കൺക്ലൂഷൻ നിങ്ങൾക്ക് ചില കാര്യത്തിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട്. ആ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് അത് ഈവൻ ലൈക്ക് വേദനയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഇറങ്ങി വരുന്നത്, ഒന്നുകിൽ നിങ്ങൾ ഇറങ്ങി വരുന്നത് വളരെ നല്ലൊരു കാര്യത്തിനാണ്. ഇപ്പം നിങ്ങളൊരു പ്ലേസിൽ നിന്ന് വളരെ സങ്കടപ്പെട്ടാണ് ഇറങ്ങി വരുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് അത്രയും സന്തോഷമാണ് അത് തരാൻ പോകുന്നത്. ഓക്കെ, സോ ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഹാപ്പിനെസ് ചില പ്ലേസിൽ നിന്ന് നിങ്ങൾ ഇതുപോലത്തെ അനുഭവത്തിലൂടെ പോകുന്ന സമയത്ത് നിങ്ങൾ ഓർക്കുക, ഈ വാക്കുകൾ നിങ്ങൾ ഡെഫിനറ്റ്ലി ഓർക്കുക. നിങ്ങൾ അതൊരു വിഷമായിട്ടല്ല എടുക്കാൻ പോകുന്നത്.
ഓക്കെ. ആൻഡ് അഗെയിൻ നിങ്ങൾ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ബാലൻസ് ചെയ്യാൻ പഠിക്കുന്നുണ്ട്. ഓക്കെ. സോ ഫൈനാൻഷ്യലി നിങ്ങൾക്ക് ചില മാറ്റങ്ങളൊക്കെ വരുത്താനുള്ളൊരു സാധ്യത ഉണ്ടാവുന്നുണ്ട്. ഓർ നിങ്ങളുടെ ഒരു ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ, നിങ്ങളുടെ ജോബ്, നിങ്ങളുടെ ടൈം, മണി എങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോവാം. എസ്പെഷ്യലി ലൈക്ക് നിങ്ങളുടെ ഫൈനാൻഷ്യലി നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു മേജർ ചേഞ്ചസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാനും വേണ്ട കാര്യത്തിന് പ്രയോറിറ്റൈസ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ. സോ ഇറ്റ്സ് നോട്ട് ലൈക്ക് നിങ്ങൾ ഏൺ ചെയ്യുക എന്ന് മാത്രം എന്നുള്ളതല്ല, നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിന് മാത്രം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതല്ല, നിങ്ങൾ അവിടെ സേവ് ചെയ്യുന്നുണ്ടായിരിക്കണം, നിങ്ങളുടെ ഒരു ലക്ഷറിയസ് ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കണം, നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ. സോ അങ്ങനെ നിങ്ങൾക്ക് എവിടെയൊക്കെ ക്യാഷ് കൊടുക്കേണ്ടതായിട്ടുണ്ടോ, അല്ലെങ്കിൽ എവിടെയൊക്കെ നിങ്ങൾ ക്യാഷ് കൊണ്ട് ഡീൽ ചെയ്യേണ്ടതായിട്ടുണ്ടോ, ജോബ് കൊണ്ട് ഡീൽ ചെയ്യേണ്ടതായിട്ടുണ്ടോ, നിങ്ങൾക്കത് വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ. സോ വളരെ അതൊരു പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് പോലെയാണ് നിങ്ങൾ. ഓക്കെ. കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ നിങ്ങൾ വളരെ നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട്. മേ ബി ലൈക്ക് നിങ്ങൾ വളരെ യങ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം. ഓക്കെ. സോ ആ ഒരു വളരെ ചെറുപ്പത്തിൽ തന്നെ ഇതുപോലുള്ള ചില കാര്യങ്ങൾ, ഇതുപോലുള്ള ചില അറിവ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓർ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് എനർജി ഉണ്ടാവുന്നുണ്ട്. ഓക്കെ. സോ ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ വളരെ യങ് ആവുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. നിങ്ങളുടെ മനസ്സ് ശരീരത്തിന് അതുപോലെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ. വാഹനം അഗെയിൻ നിങ്ങൾ ഇരുചക്ര വാഹനമായിരിക്കാം, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ബാലൻസ് ചെയ്യേണ്ടത്. ഓക്കെ. ചില കാര്യങ്ങൾ നിങ്ങൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ടായിരിക്കണം. ഓക്കെ. അത് വെയിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം, ഇരുചക്ര വാഹനം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം, സ്കൂട്ടർ, മേ ബി ലൈക്ക് നിങ്ങൾ സ്കൂട്ടർ പഠിക്കുന്നതോ ഓർ സ്കൂട്ടർ, ബൈക്ക്, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആദ്യമായിട്ട് പഠിക്കുന്നതായിരിക്കാം. ഓർ നിങ്ങൾ എന്തെങ്കിലും ഒരു സ്പോർട്ട് പോലെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്നതായിരിക്കാം. ഓക്കെ. നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ. ഓർ എന്തൊരു കാര്യം നിങ്ങൾ ബാലൻസ് ചെയ്ത് പഠിക്കുന്നുണ്ട്. ഓക്കെ. അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യത്തിൽ എക്സ്പേർട്ട് ആവുന്നുണ്ട് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഓക്കെ. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇതുവരെ അറിയാത്തൊരു കാര്യം നിങ്ങൾ ചെയ്ത് അതിൽ നിങ്ങൾ എക്സ്പേർട്ട് ആവുന്നുണ്ട്. അത് പീപ്പിൾ മാനേജ്മെന്റ് ആണ്. ചില ആളുകളെ മാനേജ് ചെയ്യാനുള്ള ഒരു കഴിവ്, കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു കഴിവ് നിങ്ങളുടെ വർക്ക് പ്ലേസിലൊക്കെ വരുന്ന സമയത്ത്, ഫാമിലിയിൽ വരുന്ന സമയത്ത്, റിലേറ്റീവ്സ് ഒക്കെ ആയിരിക്കാം, നിങ്ങളുടെ സൗഹൃദങ്ങളായിരിക്കാം, ചില കാര്യങ്ങൾ അങ്ങനെ ബാലൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓൾറൈറ്റ്. ചില ആളുകളെ മേ ബി ലൈക്ക് എസ്പെഷ്യലി നിങ്ങൾ വേറെ കൺട്രിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, സോ ഡിഫറെന്റ് ലാംഗ്വേജ് പറയുന്ന ആളുകളെ നിങ്ങൾക്ക് ഇതുപോലെ കോർഡിനേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ നിങ്ങളുടെ ജോബ് റിലേറ്റഡ് ആയിട്ട് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി കാണിക്കുന്നതായിരിക്കാം, അങ്ങനത്തെ ഒരു പൊസിഷനിലേക്ക് നിങ്ങൾ വരുന്നതായിരിക്കാം. ഓക്കെ. സോ ചില കാര്യങ്ങൾ നിങ്ങൾ മാനേജ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങളുടെ വലിയൊരു മാറ്റമാണ്. ബിക്കോസ് നിങ്ങൾ ചില റെസ്പോൺസിബിലിറ്റി എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ കുറേ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്, കുറേ ടാലൻസ് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. റൈറ്റ്. ആൻഡ് അത് ഡെഫിനറ്റ്ലി നിങ്ങൾ എൻജോയ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. ഗ്രൂപ്പ് നമ്പർ 1 എക്സാക്ട്ലി. സി നിങ്ങൾ ആക്ച്വലി പഠിക്കുന്നുണ്ട്. ഓക്കെ. സി ചില ആളുകൾക്ക് നിങ്ങളുടെ പ്രോബ്ലം എക്സിസ്റ്റ് ചെയ്യും, ബട്ട് നിങ്ങൾ സിറ്റുവേഷൻ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത് പഠിക്കുന്നുണ്ട്. ഓക്കെ. ഇറ്റ്സ് ലൈക്ക് നമ്മൾ പെട്ടെന്ന് ചില കാര്യങ്ങൾ സംഭവിക്കുന്ന സമയത്ത് പേടിച്ച് പാനിക് ആയിട്ട് ഇരിക്കും കുറച്ച് സമയം, അല്ലേ? പക്ഷെ ആ ഒരു സിറ്റുവേഷൻ എന്താണ് നമ്മളെ പേടിപ്പിക്കുന്നത്, ആ ഒരു കാര്യം അവിടെ ഉണ്ട്, ബട്ട് നിങ്ങൾ അതൊന്ന് നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട്. അതെങ്ങനെ ഡീൽ ചെയ്യണം, അതെങ്ങനെ കണക്ട് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഓക്കെ. അത് നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു ചേഞ്ച് ആണ്. ഓക്കെ. അത് നിങ്ങൾക്ക് വലിയൊരു കോൺഫിഡൻസ് തരുന്ന ഒരു കാര്യം കൂടിയാണ്. ഓക്കെ. സോ ഫൈനാൻഷ്യലി ഗൈസ്, നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾ ഏൺ ചെയ്യാൻ മാത്രം എന്നുള്ളതല്ല, നിങ്ങൾ സേവ് ചെയ്യുന്നുണ്ട്, റൈറ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, റൈറ്റ് ആയിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഫൈനാൻഷ്യലി ക്യാഷ് നിങ്ങൾക്ക് ഒരുപാട് സ്വാതന്ത്ര്യം തരുന്നുണ്ട്. ഓക്കെ. നിങ്ങൾക്ക് ഫ്രീഡം, നിങ്ങൾക്ക് അറ്റൻഷൻ തരുന്നുണ്ട്, നിങ്ങൾക്ക് കോൺഫിഡൻസ് തരുന്നുണ്ട്. ആൻഡ് നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ആസ്വദിക്കാൻ പോവാണ്. ബിക്കോസ് ക്യാഷിന്റെ മാറ്റങ്ങൾ കൊണ്ട്, ക്യാഷ് നിങ്ങൾക്ക് തരുന്നൊരു മാറ്റങ്ങൾ കൊണ്ട്, ക്യാഷ് നിങ്ങൾക്ക് തരുന്നൊരു ഫ്രീഡം കൊണ്ട്. ഓക്കെ. എന്താണ് നിങ്ങൾ ചെയ്യുന്നത്, അതൊന്നും നിങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ വരുമാനങ്ങൾ ഉണ്ടാവുന്നുണ്ട്. സോ ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ ബ്യൂട്ടി ആയിരിക്കാം, നിങ്ങളുടെ ടാലന്റ് ആയിരിക്കാം, നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ സ്പെസിഫിക് ആയിട്ടുള്ള സ്കിൽ ആയിരിക്കാം. ഓക്കെ. സോ ഇൻഡിവിജ്വൽ പെർഫോമൻസ്. സോ ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസ് നിങ്ങളുടെ കരിയർ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ക്യാഷിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്യാഷ് ഉണ്ടാക്കാനുള്ള ഒരു മാർഗമാവുന്നുണ്ട് അത് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കഴിവ് എന്ന് പറയുന്നത്.
ഓക്കെ, സോ ഇത് നിങ്ങൾ ഡെഫിനറ്റ്ലി എക്സ്പ്ലോർ ചെയ്യുക. എസ്പെഷ്യലി നിങ്ങൾ മീഡിയ ആയിട്ട് വർക്ക് ചെയ്യാണ്, ഓർ നിങ്ങൾ ആങ്കറിങ് അല്ലെങ്കിൽ മോഡലിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് കൂടുതൽ ഇറങ്ങി വരിക. ഓർ നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് യാത്ര ചെയ്യാണ്. ഇറ്റ്സ് ലൈക്ക് വാട്ട് ഐ ക്യാൻ സീ ഇസ് മേ ബി ലൈക്ക് നിങ്ങൾ ഫീമെയിൽ ആയിരിക്കാം, മെയിൽ ആയിരിക്കാം, ഒന്നുകിൽ നിങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള വാഹനത്തിൽ യാത്ര ചെയ്യുന്നത് വളരെ ഇൻസ്പയറിങ് ചെയ്യാതിരിക്കാം ഇൻ ഫ്യൂച്ചർ. ഓക്കെ ഗൈസ്, മാർക്ക് മൈ വേർഡ്. ഓക്കെ, ഇത് നിങ്ങൾ എപ്പോഴെങ്കിലും ആരെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു പൊസിഷനിലേക്ക് നിങ്ങൾ എത്തിപ്പെടുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുക. ബിക്കോസ് ഗ്രൂപ്പ് നമ്പർ 1 സെലക്ട് ചെയ്തിട്ടുള്ള ആളുകൾ ഐ ക്യാൻ ക്ലിയർലി സീ ദാറ്റ് നിങ്ങൾ ഒരുപാട് യാത്ര ചെയ്യുന്നുണ്ട്, ബട്ട് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അധികം ആളുകൾ യൂസ് ചെയ്യാത്ത ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ് അവിടെ നിങ്ങൾ യൂസ് ചെയ്യുന്നത്. ഒന്നുകിൽ സൈക്കിൾ ആയിരിക്കാം, സ്കൂട്ടർ ആയിരിക്കാം, ഓർ ഇൻഡിവിജ്വൽ ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ഓർ നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അല്ലെങ്കിൽ സോളോ ആയിട്ട് നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം. ഓക്കെ, സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം. ബിക്കോസ് നിങ്ങൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലേസിൽ പോവുക, ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് എല്ലാവരും ചെയ്യുന്ന കാര്യമായിരിക്കാം, ബട്ട് നിങ്ങൾ അതിൽ എന്തോ ഒരു യൂണിക് ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങളുടേതായിട്ടുള്ളൊരു യൂണിക്നെസ് ആ ഒരു കാര്യത്തിന് ഉണ്ടാവുന്നുണ്ട്, നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്റ്റൈൽ അതിന് ഉണ്ടാവുന്നുണ്ട്. അത് ചില ആളുകൾ നിങ്ങൾ ആനിമൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് സി ആൻഡ് അഗെയിൻ ഒന്നുകിൽ അത് ഡിഫറെൻറ്റ് ലാംഗ്വേജ് പറയുന്ന ആളുകളോ ഓർ ആനിമൽസോ ആയിരിക്കാം, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആനിമൽസ് ആയിരിക്കാം. ഓക്കെ, സോ അവരെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസ് ബാലൻസ് ചെയ്യുക, അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മളുടെ രീതിയിൽ കണക്ട് ചെയ്ത് കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ, അല്ലെങ്കിൽ ട്രെയിൻ ചെയ്യിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് പോലെ. ഓക്കെ, സോ അത് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല. അത്രയും ക്ഷമ എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ചില ആളുകൾക്ക് അത്ര ഒരു ഇന്നർ ടാലന്റ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ബട്ട് ഗ്രൂപ്പ് നമ്പർ 1 സെലക്ട് ചെയ്തിട്ടുള്ള ആളുകൾ നിങ്ങൾ ബൈ ബേർത്ത് നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇൻബോൺ ടാലൻസ് ആണ് അതൊക്കെ. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ വളരെ ആ ഒരു ഫ്രീ സ്പിരിറ്റ് ആണ്. ഓക്കെ, ആ ഒരു സോളാണ്, നിങ്ങൾ അതുപോലത്തെ കാര്യങ്ങൾ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, വൈൽഡ് ലൈഫ് അല്ലെങ്കിൽ വൈൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, വൈൽഡിലേക്ക് കുറെ കൂടെ ഇറങ്ങി ചെല്ലുക, മൗണ്ടെയിൻ, കാട്, ഓക്കെ, യാത്രകള്, തീരങ്ങള്. ഓക്കെ, സോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷോഴ്സിലൊക്കെ നിങ്ങൾ പോവുക. ഇതൊക്കെ നിങ്ങളുടെ ഒരു കൈൻഡ് ഓഫ് ആഗ്രഹമായിരിക്കാം, ഓർ നിങ്ങളുടെ ഒരു ഡെസ്റ്റിനി ആയിരിക്കാം. ഓക്കെ, സോ നമ്മൾ ഇത് കണക്ട് ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടാവും ലൈഫിൽ. സോ നിങ്ങൾ അങ്ങനെ എത്തിപ്പെടേണ്ട കാര്യങ്ങളും ആയിരിക്കാം. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് ഈ ഒരു വരുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു ഒരു ചേഞ്ച് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത്രയും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ എന്താണോ ചില കാര്യങ്ങൾ നിങ്ങൾ ഇന്റൻഷനലി അല്ല കണക്ട് ചെയ്യുന്നത്, ബട്ട് എന്താണോ സംഭവിക്കുന്നത് നിങ്ങൾക്കത് അത്രയും ആഗ്രഹത്തോടു കൂടി കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരിക്കും, അത്ര ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ളൊരു കാര്യം മനസ്സിൽ കണ്ടുകൊണ്ടല്ല, അത്ര ഒരു ആഗ്രഹം കണ്ടുകൊണ്ടല്ല, അല്ലെങ്കിൽ ചില ആഗ്രഹങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടല്ല നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നു, ബട്ട് അതിൻ്റെ ഒരു ഔട്ട്കം, അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങളത് എൻജോയ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ ഗ്രൂപ്പ് നമ്പർ 1 അങ്ങനെ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും, നിങ്ങൾ ഒരു എക്സ്പെക്ടേഷനും ഇല്ലാണ്ടാണ് ചില കാര്യങ്ങൾ അതിൻ്റെ ഒരു പ്യൂരിറ്റിയിൽ നിങ്ങൾ ചെയ്യുന്നത്, ആൻഡ് അതിൻ്റെ ഒരു റിസൾട്ടിൽ നിങ്ങൾ അത്രയും സാറ്റിസ്ഫൈഡ് ആണ്. ബിക്കോസ് നിങ്ങൾ ആ ഒരു കാര്യം എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഓക്കെ, ഇങ്ങനെ വേണം, അത് വേണം, ഇത് വേണമെന്നോ. സോ നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് അതിൽ നിങ്ങൾ അത്രയും സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു റിയൽ ഹാപ്പിനെസ് ഉണ്ടാവുന്നത് നമുക്കൊരു കാര്യം നടക്കുന്ന സമയത്ത്, ഒരു കാര്യം കിട്ടുന്ന സമയത്ത്, റൈറ്റ്? സോ ഇതുപോലെയുള്ള ചില കാര്യങ്ങൾ, മെറ്റീരിയൽ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 1, കം ഓൺ ഗൈസ്, ഇത് ആക്ച്വലി നിങ്ങളുടെ ഒരു സോളിന്റെ വിക്ടറി എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഓക്കെ, സോളിന്റെ ഒരു ജസ്റ്റിസ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഓക്കെ, ബിക്കോസ് ചില കാര്യങ്ങൾ നിങ്ങൾ ആക്ച്വലി അനുഭവം കൊണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് വളരെ നല്ല രീതിയിൽ. ഓക്കെ, മേ ബി ചില കാര്യത്തിൽ നിങ്ങൾ കുറച്ച് അധികം ടൈം എടുത്തിട്ടുണ്ടായിരിക്കണം, ബട്ട് നിങ്ങൾ ചില ആളുകൾക്ക് നിങ്ങളിലേക്ക് വരാൻ സാധിക്കില്ല, ചില ആളുകളിലേക്ക് നിങ്ങൾ ഇനി തിരിച്ചു പോകാനും പോകുന്നില്ല. ട്രസ്റ്റ് മൈ വേർഡ്, ഗ്രൂപ്പ് നമ്പർ 1, നിങ്ങൾ എന്തോ ഒരു കാര്യം, അല്ലെങ്കിൽ ആരുമായിട്ടാണ് നിങ്ങൾ ഒരുപാട് ആർഗ്യൂ ചെയ്തത്, ഫൈറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ട്രൈ ചെയ്തത്, സോ മേ ബി ലൈക്ക് ഫോർ എവർ നിങ്ങൾ ആ ഒരു പ്ലേസിലേക്ക് ഇനി തിരിച്ചു പോകാനുള്ള ഒരു സാധ്യതയില്ല. ബിക്കോസ് നിങ്ങൾ ചില ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്യാണ്. അത് ആരും ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ,
നിങ്ങൾ പീസ്ഫുള്ളി ആ ഒരു കാര്യം ക്ലോസ് ചെയ്യാണ്. ഓക്കെ, ബിക്കോസ് ഇത് നിങ്ങളുടെ ഒരു ഇമോഷണൽ വിക്ടറിയാണ്, ഇത് നിങ്ങളുടെ ഒരു ഫിസിക്കൽ വിക്ടറിയാണ്. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങൾ ഫിസിക്കലി ഒരുപാട് ഓവർകം ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് എന്തൊക്കെയോ ആഗ്രഹമുണ്ട്, അങ്ങോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ഫിസിക്കലി ഫിറ്റ് അല്ലല്ലോ, എൻ്റെ ഹെൽത്ത് സിറ്റുവേഷൻ ഇങ്ങനെയാണല്ലോ, എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയാണല്ലോ എന്ന് വിചാരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് നമ്പർ 1, നിങ്ങൾക്ക് ഓൾറെഡി അതിനുള്ളൊരു പൊട്ടൻഷ്യൽ നിങ്ങളുടെ ഉള്ളിലുണ്ട്. സോ അതാണ് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യേണ്ടത്, അതാണ് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യേണ്ടത്. ഓക്കെ, സോ എന്താണോ നിങ്ങൾ അച്ചീവ് ചെയ്യാൻ പോകുന്നത്, ഇത് നിങ്ങളുടെ ഒരു സ്പിരിച്വൽ വിക്ടറി ആണ്, നിങ്ങളുടെ സോൾ വിക്ടറി ആണ്, നിങ്ങളുടെ ഒരു സൈക്കിക് വിക്ടറി ആണ്, നിങ്ങളുടെ ഒരു ഫിസിക്കൽ വിക്ടറി ആണ്. ഓക്കെ, സോ ലൈക്ക് ഐ ക്യാൻ സീ ദാറ്റ് ലൈക്ക് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു എനർജി നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ there is nothing as impossible in your life. There is nothing as impossible in your life. Group number 1. See, ചില കാര്യങ്ങൾ നിങ്ങൾ നിർത്തുന്ന പ്ലേസിൽ നിന്നാണ്, ചില കാര്യങ്ങൾ നിങ്ങൾ പറയാണ്ടിരിക്കുന്ന സമയത്താണ്, ചില കാര്യങ്ങൾ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാതിരിക്കുന്ന ടൈമിലാണ് നിങ്ങളുടെ ത്രോട്ട് ചക്ര ആക്ടിവേറ്റ് ആക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ എനർജി സേവ് ചെയ്യാൻ തുടങ്ങുന്നത്, നിങ്ങൾ നിങ്ങളുടെ റൈറ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങുന്നത്. നിങ്ങൾക്ക് എന്തിലേക്ക് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാക്കാൻ സാധിക്കുമോ അതിലേക്ക് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ സാധിക്കുന്നത്. ബിക്കോസ് നിങ്ങൾക്കറിയാം ഗ്രൂപ്പ് നമ്പർ 1, നിങ്ങൾ എന്തൊക്കെയോ കാര്യത്തിൽ അനാവശ്യമായി ആർഗ്യൂ ചെയ്തു, എക്സ്പ്ലെയിൻ ചെയ്തു, ഓവർ ആൻഡ് ഓവർ അഗെയിൻ. ആൻഡ് ഇറ്റ്സ് ലൈക്ക് നമ്മൾ നമ്മുടെ തന്നെ ഒരു വില കൊണ്ട് കളയുന്നത് പോലെയാണ്, അല്ലേ? ഡെഫിനറ്റ്ലി നമ്മുടെ ഓരോ വാക്കുകളും അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ അത് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ ത്രോട്ട് ചക്ര ആക്ടിവേറ്റ് ആവുന്നത്, സേവ് ആവുന്നത്, നിങ്ങളുടെ എനർജി സേവ് ആവുന്നത്, ക്ലിയർ ആവുന്നത്, ക്ലെൻസ്ഡ് ആവുന്നത്. ഗ്രൂപ്പ് നമ്പർ 1 റിലേറ്റ് ചെയ്യുക. ഓക്കെ, സോ ആവശ്യമില്ലാത്ത പ്ലേസിൽ നിങ്ങളുടെ ഒരു വാക്ക് പോലും കൊടുക്കാതിരിക്കുക. അതാണ് നിങ്ങളുടെ ഒരു മെന്റൽ റിലീഫ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് നിങ്ങൾക്ക് തന്നെ കൊടുക്കുന്ന ഏറ്റവും വലിയൊരു റിലീഫ് എന്ന് പറയുന്നത്. ഓക്കെ, സോ സ്റ്റോപ്പ് ഡൂയിങ് ദാറ്റ്. ഓക്കെ, ആൻഡ് അഗെയിൻ നിങ്ങൾ എന്തൊക്കെയാണ് ചിന്തിച്ചു കൂട്ടുന്നത് അത് നിങ്ങൾ വലിയ രീതിയിൽ എൻകറേജ് ചെയ്യാതിരിക്കുക. ബിക്കോസ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിന്റെ ഏറ്റവും വലിയൊരു പാഠാണ് പഠിക്കുന്നത്. ഗ്രൂപ്പ് നമ്പർ 1, നിങ്ങൾ നിങ്ങളുടെ ലൈഫിന്റെ ഒരു പാത്തിലെ ഏറ്റവും വലിയ ലെസൺ പഠിക്കണം. അതാണ് നിങ്ങളുടെ ജേർണി കണ്ടിന്യൂ ചെയ്യാണ്. ബട്ട് ആരാണ് നിങ്ങൾക്ക് അനുഭവം തന്നിട്ടുള്ളത്, അവരുടെ അടുത്ത് യാത്ര പറയാണ് ഈ ഒരു സമയത്ത്. ഓക്കെ, സോ അതായത് നിങ്ങൾ എന്താണ് കുറച്ച് സമയമായിട്ട് നിങ്ങൾ ഡീൽ ചെയ്തിട്ടുള്ള സിറ്റുവേഷൻ എന്താണോ, അത് വ്യക്തികളായിരിക്കാം, റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം, ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ആയിരിക്കാം. ബിക്കോസ് നിങ്ങൾ ചില കാര്യങ്ങൾ അങ്ങനെ പോകുന്നതുകൊണ്ടാണ് നിങ്ങൾ ഫൈനാൻഷ്യലി ബെറ്റർ ആയിട്ട് ഗ്രോ ചെയ്യുന്നത്. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ എൻഡ് ചെയ്യുന്നതോ ക്ലോസ് ചെയ്യുന്നതോ ആയിട്ടുള്ള സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് നിങ്ങളുടെ ശ്രദ്ധ റൈറ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് പോകുന്നത്. ബിക്കോസ് ഇമോഷണൽ ലോസ് ഉണ്ടാവുന്ന സമയത്താണ് നിങ്ങൾ ചില കാര്യങ്ങൾ പഠിക്കുന്നത്. നിങ്ങളുടെ ഏറ്റവും വലിയൊരു ലെസൺ എന്ന് പറയുന്നത് ചില ഇമോഷൻസ് നിങ്ങൾ സാക്രിഫൈസ് ചെയ്യുക, വിട്ടേക്കുക, അത് നല്ലൊരു ഓർമ്മയായിട്ട് എടുക്കുക. ചില കാര്യങ്ങൾ നല്ല ഓർമ്മയായിട്ട് എടുക്കുക, ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിട്ട് എടുക്കാതെ ചില കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയുക. അവിടെയാണ് നിങ്ങളുടെ ഒരു വിക്ടറി എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് ടൈം കൊടുക്കുക, ചില കാര്യങ്ങൾ ഹീൽ ചെയ്യാൻ, ചില കാര്യങ്ങൾ പഠിക്കാൻ. എന്തൊക്കെ ഞാൻ ഈ ഒരു പ്ലേസിൽ നിന്ന് പഠിച്ചു, ഇൻസ്റ്റീഡ് ഓഫ് ഞാൻ ഈ ഒരു പ്ലേസിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നതിന് പകരം ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്നാണ് നിങ്ങൾ നോക്കേണ്ടത്, നിങ്ങൾ അന്വേഷിക്കേണ്ടത്. ആൻഡ് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു മാറ്റമാണ് വരുന്നത്. ആൻഡ് ഐ എം വെരി ഹാപ്പി ഗ്രൂപ്പ് നമ്പർ 1 ബിക്കോസ് നിങ്ങൾ ഇനി നിങ്ങളെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല, ആൻഡ് ഒരു എക്സ്പെക്ടേഷനും നിങ്ങൾ നിൽക്കുന്നില്ല. ഓക്കെ, സോ വീണ്ടും ചില കാര്യങ്ങൾ ക്ലിയർ ചെയ്യാം, വീണ്ടും ചില കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഫോർ വാട്ട്? എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ലാഭങ്ങൾ അവിടെ നിന്ന് ഉണ്ടാവുന്നുണ്ടോ? ഐ ഡോ നോ വാട്ട് ഇസ് ദിസ്, റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട്. ഓക്കെ, സോ ഇതാണ് ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്കുള്ള റീഡിങ്. സച്ച് എ പവർഫുൾ റീഡിങ്. ഐ നോ എൻ്റെ വോയിസ് ഭയങ്കര റേസ് ആയി. ഐ എം റിയലി സോറി, ഭയങ്കര റൂഡായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഗൈസ്. ബട്ട് ഡെഫിനറ്റ്ലി നിങ്ങൾ റിലേറ്റ് ചെയ്യുക. ഇത് നിങ്ങൾക്കുള്ളൊരു പവർഫുൾ എനർജി. അഗെയിൻ നിങ്ങളുടെ ഒരു ഹയർ സെൽഫ് എന്നുള്ളൊരു മെസ്സേജ് ആണ് ഇത്. ഓക്കെ, സോ എവിടെയെങ്കിലൊക്കെ നിങ്ങൾക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ക്ലെയിം ഇറ്റ്, വർക്ക് ഫോർ യുവർ സെൽഫ് ബിക്കോസ് യു ആർ ബിക്കമിങ് സോ ഇൻഡിപെൻഡന്റ്. യു ആർ ബാലൻസിങ് യുവർ ലൈഫ്, മണി, കരിയർ, കർമ്മ, ഇമോഷൻസ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുവരികയാണ്. സോ യൂസ് യുവർ പവർ, യൂസ് ദ ടൈം, use the support of universe. Okay, so that is group number 1 ningalkulla message. Let's move to group number 2 now. Group number 2 എന്ത് മേജർ ചേഞ്ചസ് ആണ് നിങ്ങളുടെ ലൈഫിൽ വെരി സൂൺ സംഭവിക്കാൻ പോകുന്നത്, ആൻഡ് എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ് ഫ്രം യുവർ ഹയർ സെൽഫ്? നിങ്ങളുടെ ഡീപ് ഡൗൺ, നിങ്ങളുടെ ഇന്നർ സെൽഫിൽ നിന്ന് നിങ്ങൾക്കുള്ള മെസ്സേജ് എന്താണ്? ആർ യു റെഡി? ഗ്രൂപ്പ് നമ്പർ 2, ലെറ്റ്സ് സീ എന്തായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ വെരി സൂൺ സംഭവിക്കുന്ന മാറ്റങ്ങൾ,
എന്താണ് നിങ്ങളുടെ ലൈഫിൽ വെരി സൂൺ സംഭവിക്കുന്ന മാറ്റങ്ങൾ? നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരു മേജർ ഡിസിഷൻ എടുക്കുന്നതിനെ പറ്റി ചിന്തിക്കുകയാണ്. ഓക്കെ, ചിലത് നിങ്ങൾ കമ്പയർ ചെയ്യാണ്, ചിലത് നിങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒരു സമയത്ത് നിങ്ങൾ ഇമോഷണലി വളരെ ഇങ്ങനെ ഉൾവെളിഞ്ഞു പോയി, അല്ലെങ്കിൽ ചില കാര്യത്തിനോട് ഒരു ഇമോഷൻസ് ഇല്ല, പഴയതുപോലത്തെ ഒരു ഇമോഷൻസ് ഇല്ല, ഒരു കണക്ഷൻ തോന്നുന്നില്ല. ചിലതെന്ന് നിങ്ങൾ വളരെ ഡിറ്റാച്ച്ഡ് ആയിട്ട് തോന്നാണ്. ആൻഡ് അത് മേ ബി അത് നിങ്ങൾക്ക് ഒരിക്കലും ഒരു വിഷമമായിട്ടുണ്ടാവുന്നില്ല, ബിക്കോസ് അത് നിങ്ങൾ ബോധർ ചെയ്യുന്ന ഒരു കാര്യമല്ല. ഓക്കെ, ബിക്കോസ് ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ മേജർ ഡിസിഷൻ നിങ്ങൾ എടുക്കുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിലൂടെയാണ് നിങ്ങൾ പോകുന്നത്. ഓക്കെ, സോ ആൻഡ് അഗെയിൻ നിങ്ങൾ സ്പിരിച്വലി നിങ്ങൾ ഡീപ്പായിട്ട് മനസ്സിലാക്കുന്ന ഒരു അവസ്ഥയും കൂടിയാണ്. ഓക്കെ, സോ ഈ ഒരു ജേർണി നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഈ ഒരു ജേർണി എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് സ്പിരിച്വൽ സിറ്റുവേഷൻ ആണ്. ഓക്കെ, പല പല ഇമോഷണൽ സിറ്റുവേഷനിൽ കൂടെ നിങ്ങൾ പോയിട്ടുണ്ടായിരിക്കണം. ആൻഡ് ഈ ഒരു ടൈമിലായിരിക്കാം നിങ്ങൾക്ക് ആ ഒരു ഡിറ്റാച്ച്മെന്റ് ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ സറണ്ടർ ആവുന്നത് ചില പ്ലേസിൽ, സിറ്റുവേഷൻ. ആ ഒരു നീഡ്നെസ് ഉണ്ടാവുന്നില്ല, ആ ഒരു ഗ്രീഡി ഫീലിങ്സ് ഉണ്ടാവുന്നില്ല, ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാവുന്നില്ല, ഒരു ഹറി സിറ്റുവേഷൻ ഉണ്ടാവുന്നില്ല. സോ നിങ്ങൾ കുറെ നിങ്ങളുടെ ഇമോഷൻസ് ഒക്കെ നിങ്ങൾ കുറെ സെറ്റിൽ ചെയ്യാൻ പഠിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഗ്രൂപ്പ് നമ്പർ 2, നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലെ ഇമോഷൻസ്, ദേഷ്യമോ സങ്കടമോ ഈ ഗ്രീഡി ആയിക്കോട്ടെ, ഓർ നിങ്ങൾക്ക് തോന്നുന്ന ഇതുപോലെ പല പല ഇമോഷൻസ്, അതിനെ വേറൊരു കാര്യമായിട്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇത് ഞാനല്ല എന്നുള്ളത്. ഓക്കെ, വിച്ച് മീൻസ് ലൈക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഇന്നർ സൈഡ് അല്ലെങ്കിൽ ഇന്നർ ചൈൽഡ് സിറ്റുവേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ നിങ്ങളുടെ ഉള്ളിലെ ലിമിറ്റിംഗ് ബിലീഫ്സ്, നിങ്ങളുടെ ഉള്ളിലെ തോട്ട്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. സോ നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് നിങ്ങൾക്ക് വളരെ സ്പിരിച്വലി കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സച്ച് എ ഗ്രേറ്റ് അവയർനെസ്. ഗ്രൂപ്പ് നമ്പർ 2, നിങ്ങൾക്ക് ആ ഒരു ഇമോഷണൽ മെച്യൂരിറ്റി ഉണ്ട്. ഓക്കെ, ആൻഡ് ഐ ക്യാൻ സീ ലൈക്ക് നിങ്ങൾ വളരെ ഇമോഷണൽ ആയിട്ടുള്ള, നിങ്ങൾ വളരെ സൈക്കിക്കൽ ആയിട്ടുള്ള നിങ്ങൾ വളരെ സൈക്കിക് ആയിട്ടുള്ള ആളുകളാണ്. സൈക്കിക് എക്സ്പീരിയൻസ് ഉള്ള ആളുകളായിരിക്കാം. നിങ്ങൾ നൈറ്റിൽ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന ആളുകളായിരിക്കാം. നൈറ്റാണ് നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്നത്. റീസെന്റ് ആയിട്ട് മേ ബി ലൈക്ക് നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കണം, നൈറ്റിലായിരിക്കാം നിങ്ങൾ വളരെ ആക്റ്റീവ് ആയിട്ട് വരുന്നുണ്ടായിരിക്കാം, അല്ലെ? സോ മേ ബി ലൈക്ക് നിങ്ങൾക്ക് പ്രോപ്പർ സ്ലീപ്പ് ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ വളരെ ഏർലി മോർണിംഗിൽ നിങ്ങൾ തന്നെ എണീക്കുന്നുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഉറക്കം ഉണ്ടാവില്ല, ഉറങ്ങാൻ തോന്നുന്നുണ്ടാവില്ല. നിങ്ങളിങ്ങനെ ആലോചിച്ചിരിക്കുന്നതായിരിക്കാം എന്തിനാണ് എണീറ്റത് എന്നുള്ളത്. ബട്ട് നിങ്ങൾക്കത് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു ടൈമിൽ, ഇപ്പൊ നിങ്ങൾ ഏർലി മോർണിംഗ് ആ ഒരു ബ്രഹ്മ മുഹൂർത്തത്തിലൊക്കെ തന്നെ എണീക്കുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യാം, ഒന്നുകിൽ നിങ്ങൾ നിങ്ങളുടെ അടുത്ത് ടൈം സ്പെൻഡ് ചെയ്യുക, ജസ്റ്റ് ലിസൺ ചെയ്യുക, നിങ്ങളുടെ ഉള്ളിലെ തോട്ട്സ് എന്താണെന്നുള്ളത് ജേർണൽ എഴുതുക, നിങ്ങളുടെ മനസ്സിൽ എന്താണ് വരുന്നത് അത് നിങ്ങൾ എഴുതി വെക്കുക. നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സ്പിരിച്വലി, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ എൻഗേജ്ഡ് ആവുക. ഓക്കെ, ഓർ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ. നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾ രാവിലെ ഒന്നും ചെയ്തില്ല, ഡേ ടൈമിലൊന്നും ചെയ്തില്ല, ഒക്കെ ഞാൻ നൈറ്റിലാണ് കൂടുതൽ ചെയ്യുന്നത്, അതിൽ നിങ്ങളൊരു കംപ്ലൈന്റ് ചെയ്യേണ്ട. ഇപ്പൊ നിങ്ങൾക്ക് നൈറ്റിലാണ് ചില കാര്യങ്ങൾ വളരെ ആക്റ്റീവായിട്ട് ചെയ്യാൻ സാധിക്കുന്നതെങ്കിൽ ഓക്കെ, നിങ്ങൾ കുറച്ച് സമയം നിങ്ങൾ അങ്ങനെ അലോ ചെയ്യുക. നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യേണ്ട. എന്തുകൊണ്ട് ഞാൻ ഉറങ്ങുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് നൈറ്റിൽ ഞാൻ ഇങ്ങനത്തെ കാര്യത്തിൽ എൻഗേജ്ഡ് ആവുന്നു, എന്തുകൊണ്ട് നൈറ്റിൽ മാത്രം ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ആ ഒരു സമയത്താണ് വളരെ എനർജറ്റിക് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ വളരെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ കണക്ട് ചെയ്യാം. ഓക്കെ, ആ ഒരു പീരീഡ് മാത്രം. ഓക്കെ, ബട്ട് വൈസ് ആയിട്ടുള്ള കാര്യത്തിൽ, റൈറ്റ് ആയിട്ടുള്ള കാര്യത്തിൽ നിങ്ങൾ എൻഗേജ്ഡ് ആവാൻ ശ്രമിക്കാം. ഓക്കെ, അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ആൻഡ് അഗെയിൻ നിങ്ങളുടെ പല ഇമോഷൻസിലും മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. ഓക്കെ, സോ പല ഇമോഷൻസും ക്ലിയർ പേ ചെയ്ത് പോവാണ്. ഓക്കെ, അതായത് ഫിനിഷ് ചെയ്യാണ് ചില സിറ്റുവേഷൻ. ഇറ്റ്സ് ലൈക്ക് നമ്മൾ ഓഡിറ്റ് ഒക്കെ നടത്തുന്നത് പോലെ, ചില പേപ്പേഴ്സ് ഒക്കെ ക്ലിയർ ചെയ്യുന്നത് പോലെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ചില ഇമോഷൻസ് ഒക്കെ ക്ലിയർ ചെയ്ത് പോവാണ്. അത് തന്നെ സംഭവിക്കുന്ന മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. എനർജറ്റിക്കലി ഈ ഒരു സമയത്ത് ഈവൻ നിങ്ങൾക്ക് ക്ലൈമറ്റ്സ്, ഈവൻ ഭൂമിയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ പോലും, ഓർ മൂണില് സണ്ണിലൊക്കെ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ പോലും നിങ്ങൾക്ക് എഫക്റ്റ് ആയിട്ട് തോന്നുന്നുണ്ടായിരിക്കണം. ബോഡി ടയേർഡ് ആവുന്നതോ, അല്ലെങ്കിൽ വളരെ എനർജറ്റിക് ആവുന്നതോ, അല്ലെങ്കിൽ വളരെ സൈക്കിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതോ, ഓർ ഇതുപോലുള്ള എനർജീസ് ഒക്കെ നിങ്ങൾക്ക് മേ ബി കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് ചില സൈക്കിക് നോളേജ് ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ സൈക്കിക് വിസ്ഡം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. സോ ചില കാര്യങ്ങൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസ്, നിങ്ങൾക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ
ഓർ എന്താണോ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് കോൾ ചെയ്യുന്നത്, ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് കോൾ ചെയ്യുന്നത്. സോ ചില ആളുകൾ അത് മേ ബി ലൈക്ക് ഈ ഒരു സമയത്തായിരിക്കാം നിങ്ങളുടെ ഏറ്റവും വലിയൊരു സമ്പാദ്യത്തിലേക്കുള്ള വഴി നിങ്ങൾ കണ്ടെത്താൻ പോകുന്നത്, നിങ്ങളുടെ ഒരു മണി ഫ്ലോ ഉണ്ടാവുന്നത്, ഗ്രേറ്റ് ഫൈനാൻഷ്യൽ ഫ്ലോ ഉണ്ടാവുന്നത് ഗ്രൂപ്പ് നമ്പർ 2. ഈ ഒരു സമയത്തായിരിക്കാം നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കാനുള്ള വഴികൾ, ഇതുവരെ നിങ്ങൾ ചിന്തിക്കാത്ത വഴികൾ നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരുന്നത് ആ വാതിൽ അല്ലെങ്കിൽ ആ ഒരു നോളേജ്, ആ ഒരു വാർത്ത എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ സമയം നിങ്ങൾക്ക് ഈവൻ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഓക്കെ, നിങ്ങൾ ലിസൺ ചെയ്യുന്നുണ്ട്, റൈറ്റ്. സോ നിങ്ങൾ കൂടുതൽ നിങ്ങൾ കണക്ട് ചെയ്യുക. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് വരുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ അതിന് വേണ്ടിയിട്ടൊന്നും എക്സ്ട്രാ ഒരു എഫേർട്ട് കൊടുക്കേണ്ട കാര്യമില്ല, അല്ലേ. സോ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്ത് നോക്കുക. ബിക്കോസ് നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു മാറ്റം എന്ന് പറയുന്നത് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സമ്പാദിക്കാനുള്ള ഏറ്റവും വഴി തുറന്നു തരികയാണ്. നിങ്ങൾ കൗണ്ട് ചെയ്യുക, വരുന്ന ഒരു ഒക്ടോബർ വരെ നിങ്ങൾക്ക് അതിനുള്ളൊരു ടൈം ആണെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം, ഓക്കെ, എന്ന് വിചാരിച്ച് നിങ്ങൾ അത്രയും ടൈം അതിൽ ലൈക്ക് ചിന്തിച്ച് കൊടുക്കണം എന്നുള്ളതല്ല. നിങ്ങൾക്ക് ഓരോ ടൈമിൽ നിങ്ങൾക്ക് ആ ഒരു ഇൻറ്റ്യൂഷൻ കിട്ടുന്നുണ്ടെങ്കിൽ, ഐഡിയ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് എൻഗേജ്ഡ് ആവാം, ഓക്കെ. സോ നിങ്ങൾ ആക്ച്വലി ഇതുപോലെ നിങ്ങളുടെ ആ ഒരു എന്താണോ നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങളെ സ്പിരിച്വലി ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിലും അല്ലെങ്കിൽ നിങ്ങളെ കൂടുതൽ തിരിച്ചറിയുകയാണെന്നുണ്ടെങ്കിലും അത് നിങ്ങളുടെ പ്രാക്ടിക്കൽ ലൈഫിൽ വരുന്ന സമയത്ത്, നിങ്ങളുടെ മെറ്റീരിയൽ ലൈഫിൽ വരുന്ന സമയത്ത് വലിയൊരു ഇമ്പാക്റ്റ് അവിടെ ഉണ്ടാക്കുന്നുണ്ട്, ഓക്കെ. സോ നിങ്ങൾ ഇങ്ങനെ ചെയ്യാണ്, ഓക്കെ, ഒരു കാര്യം നിങ്ങൾ സ്പിരിച്വലി നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാണ്, നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ പേർപ്പസ്, ഓർ എന്തൊരു കാര്യം, എന്തൊരു ഐഡിയ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾ ഫോളോ ചെയ്യുന്ന സമയത്ത് അവിടുന്ന് നിങ്ങൾക്ക് വലിയൊരു സമ്പാദ്യം ഉണ്ടാക്കാൻ സാധിക്കുകയാണ്. അത് പ്രോബബ്ലി നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല. ചില ആളുകൾ ഒന്നും ചിന്തിക്കാതെ ആയിരിക്കാം അങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കാം. സോ അവിടുന്ന് നിങ്ങൾ പോലും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ഇൻകം നിങ്ങൾക്ക് അവിടുന്ന് ഉണ്ടാവുകയാണ്, ഓക്കെ. മെറ്റീരിയൽ ആയിട്ടുള്ള മേജർ ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. സോ ഈ ഒരു സമയത്തായിരിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടായിരിക്കാം, ഓക്കെ. ക്യാഷ് കൊടുത്ത് നിങ്ങൾ പല കാര്യങ്ങളും വാങ്ങിക്കുന്നുണ്ടായിരിക്കാം, ഓൾറൈറ്റ്. സോ ഈ ഒരു സമയത്ത് നിങ്ങളുടെ സറൗണ്ടിങ്ങിലുള്ള ആളുകളുടെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് ഓടിപ്പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കണം, മാറി നിൽക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കണം. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ, ഓക്കെ. സോ നിങ്ങൾക്കായിട്ട് തോന്നുകയാണ്. ബിക്കോസ് ചില ആളുകൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ സറൗണ്ടിങ്ങിലുള്ള ആളുകളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. ചില ആളുകൾക്ക് നിങ്ങൾക്ക് ആളുകളെ പെട്ടെന്ന് സൈക്കിക്കലി കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. അവരുടെ ഇമോഷൻസ് എന്താണ്, അവരുടെ ഇന്റൻഷൻ എന്താണെന്നുള്ളത് പെട്ടെന്ന് നിങ്ങൾക്ക് സെൻസ് ചെയ്യാനോ അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് വിസിബിൾ ആയിട്ട് കാണുന്നുണ്ട്, ഓക്കെ. സോ ഇതൊക്കെയാണ് ലൈക്ക് ഇറ്റ്സ് ലൈക്ക് ചിലതൊക്കെ നിങ്ങളുടെ മുന്നിൽ റിവീൽഡ് ആവുന്നുണ്ട്, ഓക്കെ. സോ ഈ ഒരു സമയത്ത് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഫോർ യു ഗ്രൂപ്പ് നമ്പർ 2 ആളുകളുമായിട്ട് കണക്ട് ചെയ്യാൻ. അതുകൊണ്ടാണ് നിങ്ങൾ കുറച്ച് സമയത്തേക്ക് ആളുകളിലേക്ക് നിങ്ങൾ കണക്ട് ആവാൻ നിങ്ങൾക്ക് തന്നെ പറ്റില്ല, ഓക്കെ. സോ ഒന്നുകിൽ നിങ്ങളായിട്ട് തന്നെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആളുകളായിട്ട് തന്നെ ഒരു ഡിസ്റ്റൻസിൽ കീപ്പ് ചെയ്യുന്നുണ്ടായിരിക്കണം, ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കാം. ഒരു സറൗണ്ടിങ്ങിൽ ആളുകളുടെ കൂടെയൊക്കെ സ്പെൻഡ് ചെയ്യാനോ നിൽക്കാനൊക്കെ നിങ്ങൾക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കാം. നിങ്ങൾ അവിടെ നിന്നൊക്കെ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ മാറി നിൽക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാവുന്നുണ്ട്, ഓക്കെ. സോ കുറച്ച് സമയത്തേക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു വേൾഡിലാണ് നിങ്ങൾ കുറച്ചുകൂടെ കണക്ട് ചെയ്യാൻ പോകുന്നത്, റൈറ്റ്. നൈറ്റ് ആയിട്ട് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് കണക്ട് ആവുന്നുണ്ട്, ഓക്കെ. നൈറ്റ്, നിലാവ്, ഓക്കെ. എഴുതാൻ കഴിവുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി അതിനെ പറ്റി ചിന്തിച്ചു തുടങ്ങാം. ചില ആളുകൾ നൈറ്റ് ഷിഫ്റ്റിലേക്ക് വരുന്നുണ്ട്, ഓക്കെ. സോ മേ ബി ലൈക്ക് നിങ്ങളൊരു പുതിയ ജോബിലേക്ക് വരുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു എക്സ്ട്രാ വർക്ക് ചെയ്യേണ്ടതോ ഓർ നിങ്ങളൊരു പുതിയൊരു പ്ലേസിലേക്ക് വരുന്നതോ അവിടെ കൂടുതൽ നൈറ്റിലാണ് നിങ്ങൾ ആക്റ്റീവായിട്ട് കാണുന്നത്, ഓക്കെ. ഈവൻ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളതോ അല്ലെങ്കിൽ ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴാണോ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ ആ ഒരു സമയത്ത് നിങ്ങൾ ചെയ്തു തുടങ്ങാം, ഓക്കെ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറയുന്നത് സംസാരം വളരെ കുറവായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ. സോ ഇൻ കേസ് ഇപ്പം ഓൾ ഓഫ് സഡൻ നിങ്ങളുടെ ലൈഫിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്, അവിടെ നിങ്ങൾക്ക് സംസാരിക്കാൻ ആളുകൾ ഉണ്ടാവുന്നില്ല അല്ലെങ്കിൽ സംസാരിക്കാൻ തോന്നുന്നില്ല, ആളുകളായിട്ട് സംസാരിക്കാൻ തോന്നുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് ആളുകൾക്കോ അവർ പറയുന്നത് നിങ്ങൾക്കോ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് അബ്സല്യൂട്ട്ലി ഫൈൻ. നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു മാറ്റമാണെന്നുള്ളത് മനസ്സിലാക്കാം, ഓക്കെ. സോ ചില ആളുകളുമായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ചിലതൊക്കെ ഈ ഒരു സമയത്ത് ചിലത് ക്ലോസ് ചെയ്യാണ് ഉണ്ടാവും. സോ ഈ ഒരു സമയത്ത് ചില കോൺവെർസേഷൻ ചില ഡോർസ് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് പേടിക്കേണ്ട കാര്യമില്ല, ഓക്കെ. ബിക്കോസ് നിങ്ങളുടേതായിട്ടുള്ള കാര്യത്തിലാണ് എൻഗേജ് ആവാൻ പോകുന്നത്, ഓക്കെ. നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള പ്രോഫിറ്റ് നിങ്ങൾക്ക് ചില പ്ലേസിൽ നിന്ന് വരേണ്ടതായിട്ടുണ്ട്. ഗ്രൂപ്പ് നമ്പർ 2 എന്താണ് നിങ്ങൾക്കുള്ള ഹയർ സെൽഫിൽ നിന്നുള്ള മെസ്സേജ് എന്ന് പറയുന്നത്? നിങ്ങൾ
നിങ്ങൾ ആക്ച്വലി ഒരു സേഫ് പ്ലേസിലാണെന്നുള്ളത് മനസ്സിലാക്കുക. ഈവൻ നിങ്ങൾക്കൊരു സോളിറ്റ്യൂഡ് ഉണ്ടെങ്കിലും, ഈവൻ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റാണ്ട് നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിലും മനസ്സിലാക്കുക, നിങ്ങൾ റൈറ്റ് പ്ലേസിലാണ്, നിങ്ങൾ റൈറ്റ് പ്ലേസിലേക്ക് മാറ്റപ്പെട്ടിട്ടുള്ളതാണ്. ചില പ്ലേസിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയി അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോവാണോ എന്നുള്ളതെല്ലാം നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവുന്നത്? ബിക്കോസ് നിങ്ങളുടെ ഒരു സ്പിരിച്വൽ നോളേജ് വളരെ ഡിഫറെന്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകളായിക്കോട്ടെ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര കാലം നിങ്ങളുടെ കൂടെ നിന്ന ആളുകളുടെ ഐഡിയാസ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ സിങ്ക് ആവാത്തത്. ഓക്കെ, സോ വലിയൊരു കൈൻഡ് ഓഫ് ഡിസ്റ്റൻസ് നിങ്ങൾക്ക് ചില ആളുകളുമായിട്ട് അല്ലെങ്കിൽ അത്രയും കണക്റ്റഡ് ആയിട്ട് നിന്നിട്ടുള്ള ചില പ്ലേസിലെ സിറ്റുവേഷനിൽ ഇങ്ങനത്തെ ഒരു ഡിസ്റ്റൻസ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കണം. സോ നിങ്ങൾക്ക് തന്നെ തോന്നുന്നത് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടാണോ അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും മിസ്റ്റേക്സ് കൊണ്ടാണോ എന്നുള്ളത്. ഓക്കെ, നിങ്ങളായിരിക്കാം കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ ആവുന്നുണ്ടായിരിക്കുക. സോ മറ്റുള്ള ആളുകൾക്കായിരിക്കാം നിങ്ങളുടെ ഒരു ഇമോഷണൽ സിറ്റുവേഷനിൽ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ടായിരിക്കുക. നിങ്ങളുടെ ഒരു മാറ്റത്തിൽ അവർക്കായിരിക്കാം കുറച്ചുകൂടെ ഒരു സ്ട്രഗിൾ ഉണ്ടാവുന്നുണ്ടായിരിക്കാം. ഓക്കെ, ബിക്കോസ് ഈ ഒരു സമയത്ത് നിങ്ങൾ ആക്ച്വലി ചില കാര്യങ്ങൾ ബിൽഡ് ചെയ്യാണ്. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾ ഒരു പ്രോപ്പർ പ്ലാൻ ഡെഫിനറ്റ്ലി ഉണ്ടാവുന്നുണ്ട്. ആൻഡ് നിങ്ങളുടെ ആകെ ഒരു ബേസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് തോന്നുന്ന ആ ഒരു ഇൻറ്റ്യൂഷനും നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു മനസ്സും ഒരു സഡൻ ഇൻസ്പിറേഷനുമാണ്. ആ ഒരു പ്ലേസിൽ നിന്നാണ് നിങ്ങൾ ചില കാര്യങ്ങൾ അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് വരുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സെൽഫ് ഡൗട്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ തന്നെ ഒരു സംശയം ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കുള്ളൊരു കൺഫർമേഷൻ ആണ്. ഈ ഒരു സമയത്ത് നിങ്ങളെ ലീഡ് ചെയ്യുന്നത് ഒരു ഹോപ്പാണ്. ഓക്കെ, നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾക്ക് ഈ ചില പ്ലേസിൽ ഒക്കെ നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങളുടെ ഒരു എൻജിൻ എന്ന് പറയുന്നത്, നിങ്ങളുടെ ഫ്യൂവൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇൻഫിനിറ്റ് ആയിട്ട് കിട്ടുന്ന ഒരു ഹോപ്പാണ് അല്ലെ. ഇപ്പം എന്തൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ് നിൽക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്കൊരു ഹോപ്പ് ഉണ്ടാവും അല്ലെ. സ്റ്റിൽ നമുക്ക് ഹോപ്പ് ഉണ്ടാവും. ചില ആളുകൾ അങ്ങനെ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് നിൽക്കുന്ന ആളുകൾ, റൈറ്റ്. ചില ആളുകൾ ഐ കൻ സീ ലൈക്ക് മേ ബി നിങ്ങൾ സാജിറ്റേറിയസ് ആയിരിക്കാം, ഓർ എനി ഫയർ സൈൻ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ബിക്കോസ് വളരെ ഒരു ഫയർ എനർജിയാണ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. ആൻഡ് അഗെയിൻ ആളുകൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ കംപ്ലയിന്റ് ചെയ്യാൻ പോകുന്നതോ അല്ലെങ്കിൽ നോട്ടീസ് ചെയ്യാൻ പോകുന്നതോ ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ മാറി, നിങ്ങൾ മിണ്ടുന്നില്ല, നിങ്ങളുടെ സ്വഭാവം മാറി, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറി, നിങ്ങൾ അവൈലബിൾ ആവുന്നില്ല. ഇങ്ങനത്തെ ചില കാര്യങ്ങൾ ആളുകൾ നോട്ടീസ് ചെയ്ത് പറയാനുള്ള ഒരു സാധ്യത ഉണ്ട്. അത് പ്രോബബ്ലി ഇറ്റ്സ് ലൈക്ക് കുറച്ച് സമയത്തേക്ക് നിങ്ങൾ ആളുകൾ ചേസ് ചെയ്യുന്നത് പോലെ. ബിക്കോസ് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു മേജർ ചേഞ്ച് ആണ് ഉണ്ടാവുന്നത്, അങ്ങനത്തെ മേജർ സൈക്കിക് അല്ലെങ്കിൽ സ്പിരിച്വൽ ചേഞ്ചസ് ആണ് നിങ്ങൾ ഉണ്ടാവുന്നത്. ഓക്കെ, സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാവുകയാണ്, കാഴ്ചപ്പാടിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്, എക്സ്പെക്ടേഷനിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. ഇത്ര കാലമായിട്ട് നിങ്ങൾക്ക് വേണമെന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ കൊണ്ടു തന്നാൽ പോലും നിങ്ങൾക്കത് വേണമെന്ന് തോന്നുന്നില്ല. നിങ്ങൾക്ക് ചില കാര്യത്തിനോട് അത്രയും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുന്നില്ല. ബിക്കോസ് ഗ്രൂപ്പ് നമ്പർ 2, നിങ്ങൾ ഈ ഒരു സമയത്ത് യൂണിവേഴ്സ് ശ്രദ്ധിക്കുന്ന കുട്ടികളാണ് നിങ്ങൾ. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ആ ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ ഉണ്ടാവുന്നുണ്ട്, സ്പെഷ്യൽ ശ്രദ്ധ ഉണ്ടാവുന്നുണ്ട്, നോക്കുന്നുണ്ട് യൂണിവേഴ്സ്. സി ഗ്രൂപ്പ് നമ്പർ 2, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ ഒരു സ്പിരിച്വൽ ഒരു സൈക്കിക് സപ്പോർട്ട് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ ഒരു വലിപ്പം, നിങ്ങളുടെ നോളേജ്, നിങ്ങളുടെ വിസ്ഡം, നിങ്ങളുടെ ഉള്ളിലെ പല കാര്യങ്ങളും നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യാണ്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ. ഓക്കെ, ആൻഡ് അഗെയിൻ അവിടെ നിങ്ങൾക്കൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പാക്ട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു കൈൻഡ് ഓഫ് നിങ്ങളുടെ ടൈം. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 2, നിങ്ങളുടെ ടൈം, നിങ്ങൾക്ക് ശ്രദ്ധ ഉണ്ടാവുന്ന ടൈം, നിങ്ങളുടെ ഓരോ ആക്ഷനും റിസൾട്ട് അല്ലെങ്കിൽ പേ ചെയ്യുന്ന ഒരു ടൈമാണ്. ഓക്കെ, സോ ചില ആളുകൾക്ക് നിങ്ങളുടെ ജോബിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ടായിരിക്കാം. സോ ജോബ് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ സിറ്റുവേഷനിൽ കൂടെ നിങ്ങൾ പോകുന്ന ആളുകളായിക്കോട്ടെ, പെട്ടെന്ന് ജോബ് മാറേണ്ടി വന്നു, പെട്ടെന്ന് ജോലിയിൽ എന്തെങ്കിലും സ്ട്രഗിൾ ഉണ്ടായി, പെട്ടെന്ന് ജോലിയിൽ കയറേണ്ടി വന്നു, ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പോകുന്ന ഒരു മേജർ ഫൈനാൻഷ്യൽ ചേഞ്ചസ് ആണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോവാൻ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. ഇത് നിങ്ങൾക്ക് പുതിയ അനുഭവങ്ങൾ തരാൻ സഹായിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. ഇത് നിങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ് ഗ്രൂപ്പ് നമ്പർ 2. ഓക്കെ, സോ ചില കാര്യങ്ങൾ ഓക്കെ ലൈക്ക് മേ ബി ലൈക്ക് നമ്മൾ ഇമോഷണലി കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അഗെയിൻ നിങ്ങൾ ചില കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അത് ഈവൻ പ്രഗ്നൻസി ആയിരിക്കാം, ഇമോഷണലി എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ആരുടെങ്കിലൊക്കെ ഫിസിക്കൽ പ്രസൻസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ കാര്യം കൂടെ നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ കിട്ടുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഓർ നിങ്ങളൊരു കാര്യം പൂർത്തീകരിക്കും, എല്ലാ സ്ട്രഗിളിൽ നിന്നും നിങ്ങൾ പൂർത്തീകരിക്കും, ഫിനിഷ് ചെയ്യും. അതിൻ്റെ ഒരു
അതിൻ്റെ ഒരു ടൈം എന്താണോ നിങ്ങൾ എൻഗേജ്ഡ് ആയിട്ടുള്ളത് അത് പൂർത്തീകരിക്കാനുള്ള ഒരു ടൈം, ക്ഷമ, അല്ലെങ്കിൽ അത് നിങ്ങൾ കംപ്ലീറ്റ് ആവും. അതെന്ന് ഉദ്ദേശിക്കുന്നത് എന്തും ആവാം. ഓക്കെ, നിങ്ങൾ എത്തിപ്പെടേണ്ട ഒരു കാര്യമായിരിക്കാം. പ്രഗ്നൻസിയാണ് ചില ആളുകൾക്ക്. നിങ്ങളൊരു വരുമാനത്തിലേക്കുള്ള ഒരു വഴിയാണ്. നിങ്ങൾ ഈ ഒരു സമയത്ത് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇമോഷണൽ സിറ്റുവേഷൻ ആണ്. സോ എന്താണോ നിങ്ങൾ ഡീൽ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ റിലേറ്റ് ചെയ്യുക. ഗ്രൂപ്പ് നമ്പർ 2, നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ഒക്കെ ആയിട്ട് ഇതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 3 നൗ. ഹേ ഗ്രൂപ്പ് നമ്പർ 3, എന്തൊക്കെ മേജർ ചേഞ്ചസ് ആണ് നിങ്ങളുടെ ലൈഫിൽ വെരി സൂൺ സംഭവിക്കാൻ പോകുന്നത്? എന്താണ് നിങ്ങൾക്കുള്ള ഹയർ സെൽഫ് മെസ്സേജ് നമുക്ക് നോക്കാം. ഗ്രൂപ്പ് നമ്പർ 3, എന്താണ് നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ ആൻഡ് വെരി സൂൺ എന്താണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റം? ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 3, നിങ്ങളൊരു സ്റ്റക്ക് ആയിട്ടുള്ള സിറ്റുവേഷന് ഒരു ബ്രേക്കിന് ശേഷം നിങ്ങളുടെ ലൈഫിന്റെ ജേർണി കണക്ട് ചെയ്യാണ്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ യാത്ര വീണ്ടും തുടങ്ങുന്ന ഒരു ഫീൽ ഉണ്ടാവുന്നുണ്ട്. ഓർ നിങ്ങളുടെ ലൈഫിന്റെ ചില ഏരിയാസിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഫ്ലോ ഉണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് തോന്നാണ് ഓക്കെ ഇത് ഫൈനലി ഇത് സംഭവിക്കുകയാണ്, ഫൈനലി ഈ ഒരു ഫ്ലോ ഉണ്ടാവാണ്, ഒടുവിൽ വരികയാണ് ചില കാര്യങ്ങൾ, ഒടുവിൽ ആക്ടിവേറ്റ് ആവാണ്. ഓക്കെ, അത് ഒരു ഫിസിക്കൽ മൂവ്മെന്റ്സ് ഡെഫിനറ്റ്ലി ഉണ്ടാവുന്നുണ്ട്. സോ എന്താണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്? അത് നിങ്ങളുടെ ഒരു പ്രാക്ടിക്കൽ ലൈഫിൽ നിങ്ങളുടെ ഒരു ഫിസിക്കാലിറ്റിയിൽ നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്ന കാര്യം ആയിക്കോട്ടെ, നിങ്ങളുടെ ജോബ് ഓർ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണെന്നുണ്ടെങ്കിൽ ഫൈനലി നിങ്ങൾ അതിലേക്ക് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാണ്. ഓക്കെ, ചില കാര്യങ്ങളുടെ ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, മേ ബി ലൈക്ക് ഗ്രൂപ്പ് നമ്പർ 3, ലിസൺ ദിസ് കെയർഫുള്ളി. മേ ബി ലൈഫിന്റെ ചില സിറ്റുവേഷനിൽ നിങ്ങൾ സ്റ്റക്കായി നിന്നിട്ടുണ്ടായിരിക്കണം. ബട്ട് വെരി സൂൺ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന മാറ്റം, നിങ്ങൾ ആ ഒരു പ്ലേസിൽ നിന്ന് നിങ്ങൾക്കൊരു സൊല്യൂഷൻ ഉണ്ടാവാണ്, നിങ്ങൾക്കൊരു കറേജ് ഉണ്ടാവാണ്, നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാണ് ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത്, ഇവിടുന്ന് എങ്ങനെയാണ് ഓവർകം ചെയ്യേണ്ടത്, ഇതിന് എങ്ങനെയാണ് സക്സസ് ആയിട്ട് വരേണ്ടത്, ഇതെങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കേണ്ടത് എന്നുള്ളൊരു വലിയൊരു തിരിച്ചറിവ് ഉണ്ടാവാണ്. സോ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഫ്ലോ ആണ് നിങ്ങളുടെ ലൈഫിന്റെ പല ഏരിയാസിന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾ ചില കാര്യത്തിൽ നിങ്ങളെ തന്നെ ഫോഴ്സ് ചെയ്യുന്നുണ്ട് പുതിയ കാലത്തിലേക്ക് വരാൻ, പുതിയ ഹാബിറ്റ്സിലേക്ക് വരാൻ. നിങ്ങളെ മേ ബി ലൈക്ക് ചില ആളുകൾക്ക് നിങ്ങളായിരിക്കും നിങ്ങളുടെ ഏറ്റവും വലിയൊരു ചാലഞ്ച് എന്ന് പറയുന്നത്, അല്ലെ? നിങ്ങളുടെ ഒരു ഗ്രോൺ ഹാബിറ്റോ നിങ്ങളുടെ ഗ്രോൺ ഇമോഷൻ ആയിരിക്കാം നിങ്ങളുടെ ഏറ്റവും വലിയൊരു എനിമി, അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി നിങ്ങൾ ഒരുപാട് ഫോഴ്സ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ചില മാറ്റങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഡെഫിനറ്റ്ലി അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സോ ഒരു ലൈക്ക് എൻകറേജ്മെന്റ്, കൺസിസ്റ്റന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാം, മുന്നോട്ട് പോവാം. എസ്പെഷ്യലി ലൈക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ ചില ആളുകൾക്ക് നിങ്ങൾക്ക് അങ്ങനെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ചില ഐഡിയാസ് മേ ബി നിങ്ങളുടെ ലൈഫിൽ കിട്ടിയിട്ടുണ്ടായിരിക്കണം. അതാണ് ഓക്കെ എനിക്കിത് ചെയ്യണം, എനിക്കിത് ചെയ്ത് നോക്കണം എന്നുള്ളത്. ഓക്കെ, മേ ബി ലൈക്ക് ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് അത് നിങ്ങൾക്ക് അത്ര വേണ്ട ഒരു കാര്യം ആയിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ അത് നിങ്ങളുടെ അത്ര വലിയൊരു ആഗ്രഹം ആയിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് അത്ര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ആയിക്കൊള്ളണമെന്നില്ല നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, എന്തിലാണ് നിങ്ങൾ പെട്ടെന്ന് ഇൻസ്പയർ ചെയ്ത് ഓക്കെ എനിക്കിത് വേണം, ഞാൻ ഇതിന്റെ പിറകെ പോകണം, എനിക്കിത് ട്രൈ ചെയ്ത് നോക്കണം എന്ന് തോന്നുന്നത്. ബട്ട് ആ ഒരു കാര്യം നിങ്ങൾ എന്താണോ അങ്ങനെ നിങ്ങൾക്കൊരു എൻകറേജ്മെന്റ് തരുന്നത്, എന്താണോ നിങ്ങളെ മോട്ടീവ് ചെയ്യുന്നത്, ആ ഒരു കാര്യം അതിന് ഉപകരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ ഒരു പ്ലേസിൽ നിന്ന്, നിങ്ങൾ ഈ സ്റ്റക്ക് ആയിട്ടൊരു പ്ലേസിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റൈറ്റ് പാത്തിലേക്ക് കൊണ്ടുവരാൻ ഈ ഒരു കാര്യം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്താണ് നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ചില കാര്യത്തിനോട് ഒരു താല്പര്യം തോന്നുന്നത് എന്നുള്ളത്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നമ്മൾ ചില കാര്യങ്ങൾ കണ്ട് വളരെ ഇഷ്ടപ്പെട്ട് നമ്മൾ അതിലേക്ക് വരുന്ന സമയത്തായിരിക്കാം നമ്മൾ റൈറ്റ് ആയിട്ടുള്ള പ്ലേസിലേക്ക് എത്തിച്ചില്ല. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ഓക്കെ, അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കാം, നിങ്ങളുടെ ജോബിലായിരിക്കാം, നിങ്ങളുടെ പാഷൻ. ഓക്കെ, സോ നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ റിലേറ്റ് ചെയ്യാം. വലിയൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളെ ട്രീറ്റ് ചെയ്തു, എങ്ങനെ സിറ്റുവേഷൻ, എങ്ങനെ മറ്റുള്ള ആളുകൾ എന്നുള്ളതല്ല, നിങ്ങളൊരു പ്ലേസിൽ എങ്ങനെ നിന്നു, നിങ്ങൾ എങ്ങനെ ചില സിറ്റുവേഷൻ ഡീൽ ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയായിരുന്നു ഇത്ര സമയം, നിങ്ങൾ എന്താ ചെയ്തതെന്നുള്ള വലിയൊരു തിരിച്ചറിവ് അല്ലെങ്കിൽ വലിയൊരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അത് പ്രോബബ്ലി നിങ്ങൾ കുറച്ച് സമയമായിട്ട് അലട്ടുന്ന ഒരു കാര്യമായിരിക്കാം. നിങ്ങൾ അതിനെ പറ്റി ഓൾറെഡി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കണം. റൈറ്റ്?
ഗൈസ്, ഇറ്റ് ഈസ് നോട്ട് ടു ലേറ്റ്. ഇപ്പം നിങ്ങൾ എന്താണ് ഈവൻ നിങ്ങൾ ചില കാര്യങ്ങൾ ഞാൻ അന്ന് ചെയ്യായിരുന്നു, അല്ലെങ്കിൽ മുന്നേ ചെയ്യായിരുന്നു, അല്ലെങ്കിൽ എനിക്കിനി ചെയ്യാൻ പറ്റുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നത്, നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ എന്താണ്, നിങ്ങളുടെ ഒരു സ്ട്രഗിൾ എന്താണ്, നിങ്ങൾ എന്താണ് സ്റ്റോപ്പ് ചെയ്യുന്നത്, നിങ്ങൾക്കറിയാം. അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു കാര്യമാണ്, എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല. എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു ഫസ്റ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രൈമറി സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള കാര്യങ്ങളാണ്, അല്ലെ? നിങ്ങളുടെ ഹാബിറ്റ്സ്, നിങ്ങൾ കാര്യങ്ങൾ എടുക്കുന്ന രീതി, റൈറ്റ്? സോ അതിലൊക്കെ ചില മാറ്റങ്ങൾ നിങ്ങൾ വരുത്താൻ തുടങ്ങുന്നുണ്ട്, വില്ലിങ് ആവുന്നുണ്ട്. ബിക്കോസ് നിങ്ങൾ ഓൾറെഡി ഈ ഒരു സമയത്ത് നിങ്ങൾ അതിനെ പറ്റിയിട്ട് ഓൾറെഡി നിങ്ങൾ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ആ ഒരു ആക്ഷൻ ആണ്, ആ ഒരു ഡിസിപ്ലിൻ ആണ്, ആ ഒരു കൺസിസ്റ്റൻസി ആണ് നിങ്ങളുടെ ലൈഫിൽ ലീഡ് ചെയ്യുന്നത്. ഓക്കെ, ലൈഫ് മുന്നോട്ട് പോവാണ്. ഗ്രൂപ്പ് നമ്പർ 3, ഐ ഡോണ്ട് നോ ഈ സമയത്ത് നിങ്ങൾ എവിടെ നിൽക്കുന്നു, എന്താണ് നിങ്ങളുടെ സിറ്റുവേഷൻ. നിങ്ങൾ ഡെഫിനറ്റ്ലി ഇതല്ല നിങ്ങളുടെ അവസ്ഥ. നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ കിട്ടും, നിങ്ങൾക്ക് ആ ഒരു തിരിച്ചറിവ് ഉണ്ടാവും. നിങ്ങൾ ഇങ്ങനെയല്ല, ഞാൻ ഇതല്ല എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അതാണ് നിങ്ങളുടെ ഒരു ലൈക്ക് വിങ്സ് എന്ന് പറയുന്നത്. എക്സാക്ട്ലി അതാണ് നിങ്ങളെ പറക്കാൻ, നിങ്ങൾക്ക് എല്ലാ ഫ്രീഡം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു യുക്തി അല്ലെങ്കിൽ ബുദ്ധിയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, നിങ്ങൾ തന്നെ നിങ്ങളുടെ യൂണിവേഴ്സ് ആവാണ്, നിങ്ങൾ തന്നെ നിങ്ങളുടെ ഡെസ്റ്റിനി എഴുതുന്ന ഒരാളാവാണ്, നിങ്ങൾ തന്നെ നിങ്ങളുടെ റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യാണ് നിങ്ങളുടെ ഈ ഒരു ആക്ഷനിലൂടെ. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറയുന്നത്, അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു വെപ്പൺ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ എന്തിലോ ഒരു നിങ്ങൾ എന്തോ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങളുടെ ആക്ഷൻ കൊണ്ടുവരുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടായിരിക്കാം, ജോബിന് വേണ്ടിയിട്ടോ, നിങ്ങൾക്ക് വേണ്ടിയിട്ടോ, എന്തിനു വേണ്ടിയിട്ടായിരിക്കാം, പക്ഷെ നിങ്ങൾ അതിൽ കൺസിസ്റ്റന്റ് ആയിട്ട് എൻഗേജ്ഡ് ആവുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 3, ഈ ഒരു സമയത്ത് നിങ്ങൾ എന്തൊരു യാത്രയിലാണ്. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ എന്തൊരു കാര്യം നിങ്ങൾ ഇൻസ്റ്റന്റ് ആയിട്ട് ഇൻസ്പയർ ആവും, നിങ്ങൾക്ക് വേണം തോന്നും, നിങ്ങൾ അതിന്റെ പിറകെ പോവും. ആ ഒരു സിറ്റുവേഷൻ നിങ്ങളെ കറക്റ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് ലീഡ് ചെയ്യും. ഓക്കെ, സോ ഇറ്റ്സ് ലൈക്ക് ലൈഫ് നിങ്ങൾക്കൊരു ചെറിയൊരു മീനിനെ നമ്മൾ പിടിക്കില്ലേ, ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ലൈഫ് നിങ്ങൾക്ക് ചെറിയൊരു എര തന്നിരിക്കുകയാണ്, പക്ഷെ അത് നിങ്ങൾക്ക് വലിയൊരു കാര്യത്തിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ വെള്ളത്തിൽ കിടക്കുന്ന മീനാണെന്നുണ്ടെങ്കിൽ ജീവിതം നിങ്ങൾക്ക് ഒരു ചെറിയൊരു എരനിട്ട് തന്നിരിക്കുകയാണ്. ഓക്കെ, ബിക്കോസ് നിങ്ങൾ ആ ഒരു വെള്ളത്തിൽ നിന്ന് പുറമെ വരാൻ നിങ്ങൾ തയ്യാറാവുന്നില്ല. അതാണ് നിങ്ങളുടെ ഒരു ലോകം, അതാണ് നിങ്ങളുടേത് എന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നുണ്ടായിരിക്കണം. പക്ഷേ ഇറ്റ്സ് ലൈക്ക് ജീവിതം നിങ്ങൾക്കൊരു എരേനെ ഇട്ട് തന്നിരിക്കുകയാണ്. ബിക്കോസ് നിങ്ങൾ അതിൽ പിടിക്കുന്ന സമയത്ത് മേ ബി ലൈക്ക് നിങ്ങൾ അത്രയും മലിനമായിട്ടുള്ള ഒരു വെള്ളത്തിലായിരിക്കാം നിങ്ങൾ ഇത്ര കാലമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നത്. സോ ജീവിതം നിങ്ങൾക്കൊരു തുമ്പ് തരാണ്. സോ നിങ്ങളുടെ എന്തോ ഒരു വലിയൊരു ആഗ്രഹമാണെന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിനോട് വലിയൊരു ഇഷ്ടം തോന്നി നിങ്ങൾ അതിൽ പിടിക്കുന്ന സമയത്ത് നിങ്ങളെ മാറ്റി കൊണ്ടുവെക്കുന്നത് കൊല്ലാൻ വേണ്ടിയിട്ടല്ല, പുതിയൊരു ജീവിതത്തിലേക്ക് വേണ്ടിയിട്ടാണ്. അത്രയും ക്ലിയർ ആയിട്ടുള്ള ഒരു പ്ലേസിൽ വെള്ളത്തിൽ നിങ്ങളെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. നിങ്ങൾ റിലേറ്റ് ചെയ്യാം. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 3, ബിക്കോസ് ഈ ഒരു സമയത്ത് നിങ്ങൾ ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ നിങ്ങളുടെ അടുത്താണ് ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നിങ്ങൾ നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്, ആൻഡ് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്ത് തുടങ്ങുകയാണ്. ഓക്കെ, ആൻഡ് നിങ്ങൾ ആ ഒരു സ്ട്രെസ്സിന്റെ കൂടെയാണ് നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ ഹാബിറ്റ്സ്, നിങ്ങളുടെ അഡിക്ഷൻസ്, നിങ്ങളുടെ സറൗണ്ടിങ്, നിങ്ങൾ കണക്ട് ചെയ്തിട്ടുള്ള ആളുകൾ. ഗ്രൂപ്പ് നമ്പർ 3, നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങൾ ആരുമായിട്ടാണ് വളരെ ഇമോഷണലി കണക്ട് ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, അത് ചില ആളുകൾക്ക് റിലേഷൻഷിപ്പ് ആയിരിക്കാം. മേ ബി നിങ്ങൾ വളരെ കെയർഫുൾ ആയിട്ടിരിക്കുക. ഗ്രൂപ്പ് നമ്പർ 3, എസ്പെഷ്യലി ലൈക്ക് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ പാർട്ട്ണർ റിലേഷൻഷിപ്പിൽ ഉണ്ടെങ്കിലോ, ഓർ മൾട്ടിപ്പിൾ പാർട്ട്ണർ ആയിട്ടുള്ള വ്യക്തികളുമായിട്ട് നിങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത്, ഓർ ആരുമായിട്ടാണോ നിങ്ങൾ ഫിസിക്കലി കണക്ട് ചെയ്യുന്ന സമയത്ത്, ഇമോഷണലി കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്, നിങ്ങൾ മെന്റലി, എനർജറ്റിക്കലി, ഫിസിക്കലി, സ്പിരിച്വലി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സ്ട്രഗിൾ ചില ആളുകളുമായിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ അതിന് നിങ്ങൾ സേഫ് ആക്കി കൊണ്ടുവരിക, പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ചില ആളുകളുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ടൈമിൽ അതിന് നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുവരാന്നുള്ളതാണ് ചില സിറ്റുവേഷൻ ഈ ഒരു സമയത്ത്, റൈറ്റ്? ബിക്കോസ് ഈ ഒരു സമയത്ത് നിങ്ങളെന്ന വ്യക്തിയാണ് കൂടുതൽ തിരിച്ചറിയുന്നത്. ഓക്കെ, ചില പ്ലേസിൽ പോയിട്ട് നിങ്ങളെ തന്നെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കണം, നിങ്ങളുടെ പൊസിഷൻ, നിങ്ങൾ എന്താന്നുള്ളത്. ബിക്കോസ് ഇനി നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത് അങ്ങനെ നിങ്ങളെ എവിടെയെങ്കിലുമൊക്കെ നഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും കണക്ട് ചെയ്യാണ്. നിങ്ങളുടെ ആത്മാഭിമാനം നിങ്ങൾ വീണ്ടും നേടിയെടുക്കുന്ന
ആക്ഷനിലേക്കാണ് നിങ്ങൾ വരുന്നത്. ഗ്രൂപ്പ് നമ്പർ 3 സി, നിങ്ങൾ നിങ്ങളുടെ ഗാർഡിയൻ ആവുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ പ്രൊട്ടക്ടർ ആവുന്നുണ്ട്, നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള സെക്യൂരിറ്റി ആവുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, സോ ചില കാര്യത്തിലേക്ക് നിങ്ങൾ വീണ്ടും അലോ ചെയ്യുന്നില്ല, ചില കാര്യത്തിന് വരാനുള്ള ഒരു പെർമിഷൻ നിങ്ങൾ കൊടുക്കുന്നില്ല. ഓക്കെ, സോ ലൈഫ് എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുന്നോട്ട് പോവാണ്. ബിക്കോസ് നിങ്ങൾ എന്താണ് നിങ്ങൾ ഈ ഒരു സമയത്ത് ചെയ്യുന്നത്, അത് വീണ്ടും നിങ്ങളുടെ ലൈഫ് കെട്ടിപ്പടുക്കുന്നത് പോലെയാണ്. ഓക്കെ, പുതിയതായിട്ട് നിങ്ങൾ കെട്ടിപ്പടുക്കുന്നത് പോലെയാണ്. അഗൈൻ സാക്രൽ ചക്ര ഗ്രൂപ്പ് നമ്പർ 3 ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങൾ ഇമോഷണലി കണക്ട് ചെയ്തിട്ടുള്ള ആളുകള്, സിറ്റുവേഷൻ, കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെ നല്ല രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, അവിടെ മാറ്റങ്ങൾ വരുന്നതാണ്. എസ്പെഷ്യലി നിങ്ങൾ ആരുമായിട്ടാണോ കണക്ട് ചെയ്യുന്നത് ആ വ്യക്തികളിൽ നിങ്ങൾ റൈറ്റ് ആയിട്ട് ചില കാര്യങ്ങൾ, തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്, മാറ്റങ്ങൾ എടുക്കുന്നുണ്ട്, ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്ന ചില ആളുകൾ, റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. നിങ്ങൾക്ക് തന്നെ അറിയാം അത് എത്ര അൺഹെൽത്തി ആണെന്നുള്ളത്, അല്ലെ? ബട്ട് ലൈഫ് എന്തോ ഒരു കാര്യം നിങ്ങൾ ആ ഒരു പ്ലേസിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ എന്തോ ഒരു കാര്യം തരികയാണ്. ഓക്കെ, അത് നിങ്ങൾ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു കാര്യമാണ്. അത് നിങ്ങൾക്ക് സന്തോഷം തരാൻ, ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സന്തോഷം തരാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. ബിക്കോസ് എന്നാലേ നിങ്ങൾ ശ്രദ്ധ അതിലേക്ക് വരുള്ളൂ, എന്നാലേ നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ നിന്ന് മാറ്റി ചിന്തിക്കാൻ സാധിക്കുള്ളൂ. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താണ് നിങ്ങൾക്ക് ഒരു ടോക്സിസിറ്റി തരുന്നത്, റൈറ്റ്? സോ അങ്ങനെ തന്നെ നിങ്ങളുടെ ലൈഫ് മാറുകയാണ്. സോ നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യുക നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, ബിക്കോസ് നിങ്ങൾക്കറിയാം ചില ജസ്റ്റിസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്കറിയാം നിങ്ങൾ നിൽക്കുന്ന പ്ലേസ് നിങ്ങളുടെ അടിത്തറ തന്നെ ഇല്ലാണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ വ്യക്തിത്വം ഇല്ലാണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ സ്പിരിച്വലി സ്പോയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റൈറ്റ്? എനർജറ്റിക്കലി നിങ്ങൾ ഒരുപാട് ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ട്. സോ ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത്. സോ റിലേറ്റ് ചെയ്യുക ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. ഓക്കെ, ബട്ട് ശരിക്കും നിങ്ങൾക്കൊരു ട്രൂ കമ്പാക്ക് ഉണ്ടാവുന്നുണ്ട്, പവർഫുൾ കമ്പാക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ആൻഡ് അഗെയിൻ നിങ്ങൾക്ക് എവിടെ പോകുന്ന സമയത്തും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിവൈൻ സപ്പോർട്ട് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു ജേർണിയിലാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ആളുകളെ നിങ്ങൾ മീറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ജേർണിയിലാണ് നിങ്ങളുടെ പ്രസൻസ് ആഗ്രഹിക്കുന്ന ആളുകളെ നിങ്ങൾ കണ്ടെത്താൻ പോകുന്നത്. ഈ ജേർണിയിലാണ് നിങ്ങളുടെ പ്രസൻസിൽ സന്തോഷിക്കുന്ന ആളുകളെ നിങ്ങൾ കണ്ടെത്താൻ പോകുന്നത്, നിങ്ങളുടെ ആളുകളെ നിങ്ങൾ കണ്ടെത്താൻ പോകുന്നത്, നിങ്ങളുടെ കാര്യങ്ങളിൽ നിങ്ങൾ കണ്ടെത്താൻ പോകുന്നത്, നിങ്ങളുടെ ജോബോ, നിങ്ങളുടെ കർമ്മ, നിങ്ങളുടെ പ്ലേസ്, നിങ്ങളുടെ വീട്, നിങ്ങളുടെ ആളുകളെ നിങ്ങൾ കണ്ടെത്താൻ പോകുന്നത്. ഡസന്റ് മാറ്റർ നിങ്ങൾ എവിടെ പോയി എന്ത് ചെയ്തു, അല്ലെങ്കിൽ എവിടെ നിങ്ങൾ സ്റ്റക്കായി പോയി, എത്ര നിങ്ങൾ ഫിസിക്കലി ഇമോഷണലി നിങ്ങൾ സ്പോയിലായി, നോ, ഒന്നും അത് നിങ്ങളെ ബാധിക്കാൻ പോകുന്ന ഒരു കാര്യമില്ല. നിങ്ങൾ ഈ ഒരു പ്ലേസിൽ നിന്ന് നിങ്ങൾ മാറി വരുന്ന സമയത്തൊക്കെ അനക്കുണ്ടാവുകയാണ് നിങ്ങളുടെ ലൈഫിൽ. സോ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് ടെൻഷനല്ല ആവേണ്ടത്. ഓക്കെ, സോ എന്താണോ നിങ്ങൾക്ക് ഗുണമുള്ള കാര്യത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഓക്കെ, അത് കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ചെയ്യുക. ഈ ഒരു സമയത്ത് ചിലതിൽ റിസൾട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചില കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, സോ റിലേറ്റ് ചെയ്യുക ഗ്രൂപ്പ് നമ്പർ 3 ഇതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ഒരു ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.